11 വർഷങ്ങൾക്ക് മുൻപ് മൂന്നാറിലെ ഗവൺമെൻറ് കോളേജ് പരീക്ഷ നടക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം പഠിച്ച് വളരെ കൃത്യതയോടുകൂടി പരീക്ഷ എഴുതി. പക്ഷെ അതിൽ കുറച്ചു പേർ ചില ക്രമക്കേടുകൾ നടത്തി. അവിടെ ഉത്തരവാദിത്തോടെ നോക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള അധ്യാപകൻ ശ്രീ ആനന്ദ് വിശ്വനാഥൻ അദ്ദേഹം അത് കണ്ടെത്തുന്നു. കുട്ടികളുടെ ആ കോപ്പിയടി അദ്ദേഹം കയ്യോടെ പിടികൂടുന്നു. പക്ഷേ പിന്നീട് ആ അധ്യാപകനെ കാത്തിരുന്നത് ഒരു പീഡന കേസാണ്. തങ്ങളുടെ കോപ്പിയടി പിടിച്ച അധ്യാപകനെതിരെ SFI പ്രവർത്തകരായ 4 വിദ്യാർത്ഥിനികൾ ഒരു പീഡന പരാതി നൽകുന്നു. നമുക്കറിയാം, ഒരുപാട് കേസുകൾ ഇന്നും ഇന്നലെയും എല്ലാ ദിവസവും നമ്മൾ അത്തരം കേസുകൾ കേൾക്കുന്നത്. അതിൽ എത്ര മാത്രം സത്യമുണ്ട്, എത്രമാത്രം അസത്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഇത് ഒരു 11 വർഷം മുമ്പത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ 11 വർഷം പിന്നെ ആ അധ്യാപകൻ്റെ ഒരു നിയമ പോരാട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൻഷൻ അടക്കം പിടിച്ചു വയ്ക്കപ്പെട്ടു. സമൂഹത്തിന് മുന്നിൽ അപമാനിതനായി അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ശിഷ്യർ ചെയ്ത ചതിയാണ്. ആ 4 പേരും എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ല. ഒരു സാധാരണ മനുഷ്യ നിലയിൽ ചിന്തിക്കുമ്പോൾ അത് സാധ്യമാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും ആ 11 വർഷത്തെ കാത്തിരിപ്പിൽ മനസ്സ് തകരാതെ പിടിച്ചു നിന്ന് സത്യം തെളിയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസം അനുഭവിക്കുകയാണ് ഇപ്പോൾ ശ്രീ ആനന്ദ് വിശ്വനാഥൻ. അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സർ, ഒരുപക്ഷെ സാറിനോട് എന്ത് ചോദിക്കണം? കാരണം ഇത്രയും 10-11 വർഷം നമ്മുടെ നാട്ടിലറിയാലോ, ഇത്തരം കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ, ഒരുപക്ഷെ കുടുംബക്കാർ പോലും തള്ളിപ്പറയുന്ന സാഹചര്യമൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങളിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം പിടിച്ചതെന്ന് അതാണ് എനിക്ക് ആദ്യം അറിയാൻ ആഗ്രഹം. എങ്ങനെ അങ്ങേക്ക് ഇത്രയും ഒരു ആത്മധൈര്യം കിട്ടി? എവിടെ നിന്നാണ് ഈ സത്യം തെളിയുന്നത് വരെ മുന്നോട്ട് പോകണമെന്ന് അങ്ങേക്കൊരു ഊർജം കിട്ടിയത്? ആരാണ് അതിനെ സഹായിച്ചത്? എന്നെ സഹായിച്ചത് എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഞാൻ അല്ല എന്ന് അവർക്കറിയാം. ഈ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെല്ലാവർക്കും സംഭവം അറിയാം. മാത്രമല്ല, ഈ നാട്ടുകാരെ കഴിയുന്നത്ര ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വന്നപ്പോൾ എൻ്റെ സർവീസ് മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് അവമാനങ്ങൾ സഹിക്കേണ്ടി വന്നു. അത് ഞാൻ മുൻകരുതലോടുകൂടി സഹിച്ച് ഇത്രയും കാലം ഞാനത് നിയമ പോരാട്ടത്തിലോട് കൂടിയിട്ടാണ് ഞാൻ നേരിട്ടത്. കോടതിയിൽ നിന്ന് വന്ന വിധി ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. അത് മാത്രമല്ല, ഇതിനെ വേണ്ടി തുനിഞ്ഞ അല്ലെങ്കിൽ ഇത്രയും ഹീനമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഈ ആൾക്കാർക്കും അണികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്നാണ്. സർക്കാർ ജീവനക്കാരന്മാർക്ക് എതിരെ ഉണ്ടാകുന്ന ഇതുപോലുള്ള പരാതികൾ ഇത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അന്വേഷണ കമ്മിറ്റി മര്യാദയ്ക്ക് അച്ചടക്ക ലംഘനം എന്ന് പറയപ്പെടുന്ന സംഭവം അങ്ങോട്ടും ഉണ്ടാകാൻ പാടില്ല, ഇങ്ങോട്ടും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ്. ഏകപക്ഷീയമായിട്ടുള്ള അന്വേഷണമായിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറിയിൽ ഞാൻ കുറ്റക്കാരനാക്കപ്പെടുന്നത്. പക്ഷേ ലീഗലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോടതിയിൽ നിന്ന് ഇപ്പോൾ കുറ്റമുക്തനായി. ഇനി അവർ സമാധാനം പറയേണ്ടി വരും. ഈ കോളേജ് എഡ്യൂക്കേഷനുള്ള ഡയറക്ടർമാരും അതുപോലെ അന്വേഷിക്കാൻ വന്ന ഈ അഡീഷണൽ ഡയറക്ടർ, ഇവർക്കൊക്കെ എന്ത് ധാർമ്മികതയാണുള്ളത്? കാരണം ഒരു അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കാൻ വരുമ്പോൾ ഇത് ഒരു ലിറ്ററേറ്റ് സംസ്ഥാനമാണ്, ആരും മണ്ടന്മാരല്ല. അപ്പോൾ ഒരു പരാതി കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരാതിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നു. പരാതിനകത്ത് കഴിഞ്ഞ 1 മാസക്കാലമായിട്ടും ഈ അധ്യാപകൻ്റെ ഭാഗത്തുനിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പരാതിപ്പെടുമ്പോൾ ആ പരാതിപ്പെടുന്ന കാലത്ത് ആ പിള്ളേർ കോളേജിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അത് പോലീസാകട്ടെ അല്ലെങ്കിൽ ഡയറക്ടർ ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആ കാലയളവിൽ പിള്ളേരെല്ലാം സ്റ്റഡി ലീവിലായിരുന്നു, അവർ അവധിയിലായിരുന്നു. അപ്പോൾ അത്രയും ശ്രദ്ധയില്ലാതെയുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. അതുകൊണ്ടാണ് അങ്ങ് ആദ്യഘട്ടത്തിൽ കുറ്റക്കാരൻ എന്ന നിലയിലേക്ക് വരികയും പിന്നീട് ഇത് തെളിയിക്കപ്പെടുന്നു. ഈ സംഭവം ഇപ്പോൾ ഈ കുട്ടികളെ കോപ്പിയടി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ എത്ര ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് അവർ രംഗത്ത് വരുന്നത്? എപ്പോഴെങ്കിലും ഇങ്ങനെ സ്വന്തം അധ്യാപകനെ ചതിക്കാൻ കൂട്ടുന്ന ആ 4 വിദ്യാർത്ഥിനികൾ എപ്പോഴെങ്കിലും അങ്ങയുടെ മുന്നിൽ പിന്നീട് വന്നിട്ടുണ്ടോ?
ഞാൻ പറയട്ടെ, ഇത് 2014 നമ്മുടെ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6-ാം തീയതി, സെപ്റ്റംബർ 6-ാം തീയതിയാണ്. അപ്പോൾ 5-ാം തീയതി നടന്ന പരീക്ഷയാണ്. ഇവർ ആരോപിക്കപ്പെടുന്ന ദിവസം 5/9/2014 ഞങ്ങളെല്ലാം നാട്ടിലേക്ക് ഓണാഘോഷത്തിന് വേണ്ടി നാട്ടിൽ ചെന്നപ്പോൾ തിരിച്ച് വന്നത് 16, റീ ഓപ്പണിംഗ് 16 16-ാം തീയതിയാണ് ഞാൻ മനസ്സിലാകുന്നത് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെന്നും. എന്നാൽ പരാതി അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ കോളേജ് കൗൺസിൽ മീറ്റിങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ അന്ന് പ്രസൻ്റ് ആയിരുന്നില്ല. ഒരു സീനിയർ അധ്യാപകനാണ് ആ മീറ്റിംഗ് നടത്തിയത്. ഞാൻ ചോദിച്ചു, എനിക്കെതിരെ ലൈംഗിക പരാതി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി എന്താണെന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞ മറുപടി അങ്ങനെ പറയാൻ നിർവാഹമില്ല എന്നാണ്. എന്നാൽ ഞാൻ അതിനകത്ത് ചോദ്യം ചോദിച്ചത്, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കേണ്ടത് പ്രിൻസിപ്പലിനാണ്, താങ്കൾക്കല്ല എന്ന് ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷേ നമ്മൾ പ്രസൻ്റ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഭവം വെച്ച് അവർ മിനിറ്റിൽ എഴുതിയുണ്ടാക്കി. നിലവിലുണ്ടായിരുന്ന അന്നത്തെ അക്കാലത്ത് ഉണ്ടായിരുന്ന വനിതാ സെല്ലിനെ മാറ്റിയിട്ട് ഇവർക്ക് അനുസരണമുള്ള ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് അതിനകത്ത് കയറ്റി ഏകപക്ഷീയമായിട്ട് എൻക്വയറി നടത്തി. എന്നാലും ആ എൻക്വയറി കമ്മിറ്റിനകത്ത് ചെന്നും ഞാൻ ചോദിച്ചു, പരാതി എന്താണെന്ന് എനിക്കറിയണം, പരാതിയുടെ പകർപ്പെങ്കിലും തരണം എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് നിർവാഹമില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ എനിക്കെതിരായിട്ട് അവർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറിയിൽ ഞാൻ കുറ്റക്കാരനാകുന്നതും. സാർ, ഈ വിദ്യാർത്ഥികളുടെ പകയല്ലാതെ അപ്പോൾ അധ്യാപകരുടെ കൂട്ടത്തിൽ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു എതിർപ്പോ പകയോ അങ്ങയോട് ഉണ്ടായിരുന്നോ? അങ്ങനെയും കൂടി കണക്കാക്കണോ? ആ വിദ്യാർത്ഥിനികൾ ഈ കോപ്പിയടി പിടിക്കപ്പെട്ടതിന്റെ ചരിത്രം ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 2007 അവിടെ സമാന്തരമായിട്ടുള്ള ഒരു കോപ്പിയടി കേസ് പിടിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്താണ്. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇടുക്കി ജില്ലയുടെ വിജിലൻസ് സ്ക്വാഡ് കൺവീനറായിരുന്നു. അക്കാലയളവിൽ ഞാൻ മൂന്നാർ കോളേജിൽ റെയ്ഡ് ചെയ്തപ്പോൾ ഒരു SFIക്കാരൻ്റെ കോപ്പിയടി പിടിച്ച് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്കെതിരായിട്ട് അന്ന് സ്ഥല MLA ആയിരുന്ന S. രാജേന്ദ്രൻ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് രേഖാമൂലം എഴുതി കൊടുത്ത് എന്നെ മൂന്നാറിന്ന് സ്ഥലം മാറ്റണം ചെയ്യണമെന്ന് നോക്കി. അങ്ങനെ എന്നെ മലപ്പുറം ഗവൺമെൻറ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞാൻ അത് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ മൂന്നാർ കോളേജിലെ സേവനം കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ മുൻകാല പരിചയമുണ്ട്, ഇതിനകത്തുണ്ട്. അതിനുശേഷം ഈ 4 വിദ്യാർത്ഥിനികൾ അങ്ങേക്കെതിരെ ഈ പരാതി നൽകിയ വിദ്യാർത്ഥിനികൾ എപ്പോഴെങ്കിലും പിന്നീട് അങ്ങയെ കാണുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത്രയും വലിയൊരു ചതി, സ്വന്തം അധ്യാപകനെ ഇങ്ങനെ ഒരു ചതിക്കാൻ എങ്ങനെ അവർക്ക് കഴിഞ്ഞു എന്നറിയില്ല. എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും എന്ത് പകയുടെ പേരിലായാലും. ഇങ്ങനെ അത് 4 കുട്ടിയല്ല, ആ പരാതിപ്പെട്ടത് 5 പിള്ളേരാണ്. പരാതിപ്പെട്ടത് 5 പിള്ളേരാണ്. ഈ 5 പിള്ളേരെ പോലീസ് അന്വേഷിച്ചപ്പോൾ ആകെ 4 പേര് മാത്രം മൊഴി കൊടുത്തിട്ടുള്ളൂ. പക്ഷെ 5 പേരും മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. 4 പേരുടെ മാത്രം മൊഴി ആധാരമാക്കിക്കൊണ്ട് എനിക്ക് ക്രിമിനൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അപ്പീലിൽ ചോദിച്ചപ്പോൾ ആ മൊഴിക്ക് പോലീസ് സമാധാനം പറയാൻ പറ്റിയിട്ടില്ല. പിള്ളേരെ പിന്നെ അതിനുശേഷം ഞാൻ ഈ കോളേജിൽ നിന്നും മാറിപ്പോയല്ലോ. ഇവരെ കാണേണ്ട ആവശ്യമുണ്ടായില്ല, കാണേണ്ടതുമില്ല, അവർ എന്നെ കണ്ടിട്ടുമില്ല. അങ്ങ് ഏത് വർഷമാണ് പിന്നീട് റിട്ടയർ ആവുന്നത്? ഈ കേസൊക്കെ മൂലം ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടാൻ പ്രയാസപ്പെടുകയുണ്ടായില്ല? 2021 മാർച്ചിൽ ഞാൻ റിട്ടയർഡ് ചെയ്ത് വരുന്നു. ഗവൺമെൻറ് കോളേജ് ചിറ്റൂരിൽ നിന്നാണ് ഞാൻ റിട്ടയർഡ് ചെയ്തത്. ഇപ്പോൾ ഈ പരാതിയിൽ തന്നെ അതിൽ പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞതായിട്ടുള്ള വിവരം CPM ഓഫീസിൽ ഇരുന്നാണ് ഇങ്ങനെ ഒരു പരാതി എഴുതി തയ്യാറാക്കിയതാണ്. അപ്പോൾ അത്രത്തോളം ഒരു വലിയ ഗൂഢാലോചന എനിക്ക് തോന്നുന്നു അങ്ങ് നേരത്തെ പിടികൂടിയിട്ടുള്ള SFIക്കാരുടെ അടക്കം അന്ന് മുതലേ ഉള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങേ കുടുക്കിയതാണെന്ന് കരുതാം അല്ലേ? അതെ, അത് തന്നെയാണ് സത്യം. ഇനി എന്ത് നിയമ നടപടികളാണ് ആലോചിക്കുന്നത്? ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങേ തെറ്റായി അങ്ങേ പുറത്താക്കി നടക്കുന്ന നടപടികളിലേക്ക് പോയ അങ്ങയുടെ സംവിധാനമോ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ, ഒപ്പം തന്നെ തെറ്റായ പരാതി നൽകിയവർക്കെതിരെ നിയമ നടപടി അങ്ങ് ആലോചിക്കുന്നുണ്ടോ? അതല്ല ഇരിക്കട്ടെ, ഇത് സാക്ഷരത കേരളമാണ്. ഇവിടെ സ്ഥാനവും മാനവും കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അന്ന് ഈ കേസ് അന്വേഷിച്ച അഡീഷണൽ ഡയറക്ടർ
അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇവർ നൽകിയ റിപ്പോർട്ടുകളെല്ലാം എനിക്കെതിരായിരുന്നു. വസ്തുതകൾ ഒന്ന് പരിശോധിക്കാതെയാണ് അവർ റിപ്പോർട്ട് കൊടുത്തത്. തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവും. അങ്ങനെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അവർക്കെതിരായിട്ടുള്ള ലീഗൽ മുന്നോട്ട് പോകും അവർക്കെതിരെ. ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ റെഗുലേറ്റ് ചെയ്ത് കിട്ടിയോ അങ്ങേക്ക്, അതോ ഇപ്പോഴും അതിന്റെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണോ? അതായത് ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചോളം ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ കോടതി വിധി വരുന്നവരെ പ്രൊവിഷണൽ പെൻഷൻ കൊടുക്കാനുള്ള ഒരു റൂളുണ്ട്. അപ്പോൾ ഞാനിപ്പം മേടിച്ചു കൊണ്ടിരിക്കുന്നത് പ്രൊവിഷണൽ പെൻഷനാണ്, 75%. അപ്പോൾ ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വേഗം അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് കരുതാം അല്ലേ? ഇനി ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചെന്ന് ഞാനിത് ആ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി എനിക്കെതിരായിട്ട് ഇറക്കിയ ഓർഡറുകളെല്ലാം സെറ്റ് അസൈഡ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് ആ ഓർഡർ അനുസരിച്ചിട്ട് എനിക്ക് പിന്നെ എൻ്റെ ആനുകൂല്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റൂ. ഇങ്ങനെ ഈ പരാതിയൊക്കെ വന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങ് വല്ലാതെ ഒരു മാനസികമായി തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടായോ? അപ്പോൾ ഈ അങ്ങ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, കുടുംബമാണ് അങ്ങേക്കൊപ്പം നിന്നതെന്ന്. അപ്പോൾ മറ്റ് സഹപ്രവർത്തകരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലൊരു പിന്തുണയുണ്ടായോ? അതോ അവരൊക്കെ ഈ രാഷ്ട്രീയം കാരണം അവരൊക്കെ പിന്തുണയ്ക്കാൻ പോലെ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും മടി കാണിച്ചു മാറി നിൽക്കുകയായിരുന്നോ? വേറെ ആരൊക്കെ അങ്ങനെ ഒപ്പം നിന്നു? ഇത് എന്നോടൊപ്പം നിന്നത് എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഇവിടെ എനിക്ക് വേറെ ഒന്നും അങ്ങനെ പുതിയ ആരും എന്നെ ആസ്വദിപ്പിക്കുകയാണ്. അന്ന് പിന്നെ കേസ് ആദ്യ കാലഘട്ടത്തിൽ അന്ന് സ്ഥല എം പി ആയിരുന്ന PT തോമസ് MP ചെറിയ മാർഗനിർദ്ദേശങ്ങൾ എനിക്ക് നൽകിയിരുന്നു. അതായത് ലീഗൽ വേ കോടതിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള ആ നിർദ്ദേശങ്ങൾ നൽകിയത് PT തോമസ് തന്നെയാണ്. ഞാനില്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഇല്ലല്ലോ. ഈ S. രാജേന്ദ്രൻ അടക്കം അദ്ദേഹത്തിന്റെ പേര് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ്. പിന്നീട് അവരെ കാണുകയുണ്ടായിട്ടുണ്ടോ? ഇങ്ങനൊരു ഇത്രയും വലിയൊരു ഗൂഢാലോചന, കാരണം ഒരു കരിയർ തന്നെ നശിപ്പിക്കാൻ ഇത്രയും കാലം അധ്യാപക ജോലി ചെയ്തയാൾ പെൻഷൻ പറ്റുമ്പോഴല്ലേ എത്രത്തോളം സ്നേഹത്തോടെ കുട്ടികളെയൊക്കെ കണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ച് വീട്ടിലേക്ക് പോകുന്നത് എല്ലാവർക്കും ഒരു വലിയ ഹൃദ്യമായ ഒരു അനുഭവമാണ്. അതുപോലും അങ്ങേക്ക് നഷ്ടപ്പെട്ടു. അതിന് ആ ഒരു വിഷമം എങ്കിലും അങ്ങേക്ക് ഇവരോടൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ദൈവാനുഗ്രഹമാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം ഞാൻ വർക്ക് ചെയ്തു. ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ ഇന്ന് കോളേജ് എഡ്യൂക്കേഷനിലെ പ്രൊഫസർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടാക്കിയ ഒരു പരാതിയായിരുന്നു. എൻ്റെ മേൽനോട്ടത്തിൽ എന്താണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ. എഴുതിയുണ്ടാക്കിയ ആ സിലബസിനെ ഇവരുടെ ഭരണം വന്നപ്പോഴേക്കും അപ്പോഴേക്ക് മാറ്റിയില്ലേ? ഒരു മാസം സൈറ്റിലിട്ടിരുന്നു എൻ്റെ പേരിൽ. ഞാൻ അത്രയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയ സിലബസായിരുന്നു അത്. ഇത്രയും വലിയൊരു വിരോധം ഉണ്ടാകാൻ അപ്പോൾ അങ്ങ് സൂചിപ്പിച്ച തുടക്കത്തിലെ ആ കോപ്പിയടി പിടിച്ചതും അല്ലെങ്കിൽ എക്സാമിനേഷൻ അത് നോക്കേണ്ട ചുമതലയുള്ള അങ്ങ് ആ ജോലികൾ കൃത്യമായി ചെയ്തതുകൊണ്ടാണ് അല്ലേ ഇത്രയും ഗൂഢാലോചന പോലെ നടത്തി അങ്ങേ ഇങ്ങനെ കുടുക്കിയത്? അതെ, ഞാൻ നേരത്തെ ആ കോളേജിനെ കുറിച്ച് ഞാനൊരു പരാമർശം യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ വിജിലൻസ് സ്ക്വാഡിലുണ്ടായിരുന്നപ്പോൾ സ്വന്തം കോളേജായ മൂന്നാറിലെ പോലെ റെയ്ഡ് ചെയ്തപ്പോൾ ഞാൻ കണ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന അധ്യാപകൻ കാണുന്നില്ല, പകരം കോളേജിലെ പ്യൂണാണ് അന്ന് നിന്നത്. ഒരു പ്യൂണാണ് കോളേജിൻ്റെ പരീക്ഷ ചുമതല വഹിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം MG യൂണിവേഴ്സിറ്റിക്ക് ഞാൻ കാലാകാലങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പിള്ളേരെ ഈ സംഭവങ്ങളുള്ളപ്പോഴും കേരളത്തിൽ എവിടെയും കേൾവിയില്ലാത്തൊരു സംഭവമാണ് നടന്നത്. പരീക്ഷ നടത്തിക്ക് വേണ്ടിയിട്ട് പരീക്ഷയുടെ തലേദിവസം തന്നെ ആ കുട്ടികളുടെ നമ്പറൊക്കെ എഴുതി പരീക്ഷ ഹാൾ അറേഞ്ച് ചെയ്യണം. എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അധ്യാപകന്മാരെ നിയോഗിക്കണം.
പ്രിൻസിപ്പലിൻ്റെ അത് കടമയാണ്. പ്രിൻസിപ്പൽ അതൊന്നും ചെയ്തിട്ടില്ല. പ്രിൻസിപ്പൽ എന്തുകൊണ്ടാണ് ചെയ്തിട്ടില്ല? ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂടി സഹായിച്ച് കാണും, അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക എന്നത് ഓരോരുത്തരും വഹിക്കുന്ന പദവിക്ക്. ഇപ്പം അങ്ങ് അതൊക്കെ ചൂണ്ടിക്കാട്ടാൻ നിയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അല്ലേ ആ കിട്ടുന്ന ശമ്പളത്തിന് ഒരു കൂറ് കാണിക്കുക എന്നൊരു സാധാരണക്കാർ ഏത് ജോലിയിലും ചെയ്യേണ്ട കാര്യമാണല്ലോ. നമ്മളൊരു ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നത് അത് ചെയ്തതിൻ്റെ ഫലമാണ്. ഇപ്പം നമുക്കറിയാം സമീപകാലത്ത് ചില ഡോക്ടർമാർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ അങ്ങും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞ് നന്നാക്കാൻ പോയത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സംവിധാനങ്ങളെ നന്നാക്കാൻ ഞാൻ ശ്രമിച്ചത്, എൻ്റെ ജീവിതം കൊണ്ടാണല്ലോ ഞാൻ പന്ത് കളിച്ചത് എന്ന് അങ്ങനെ ഒരു സ്വയം ഒരു കുറ്റബോധം അങ്ങേക്ക് എപ്പോഴും തോന്നിപ്പോട്ടെ? എന്തിന് വെറുതെ ഇങ്ങനെ ഈ നമ്മൾ വിചാരിച്ചാൽ നന്നാവാത്തൊരു സമൂഹമാണോ എന്ന് പോലും ഒരു നിരാശയുടെ ഒരു ഇതിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, സമൂഹത്തിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് ഇത് ചെഴിവാരി എറിയുന്നത്, അല്ലെങ്കിൽ പഴവൃക്ഷങ്ങളിലെ കൂടുതൽ കല്ലുകൾ വരും. ഇത് കോളേജ് ക്യാമ്പസുകളിലേക്കുള്ള ഈ രാഷ്ട്രീയമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടും, അതുമാത്രമല്ല അവിടെ ഒരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള കലാലയങ്ങൾക്ക് ബെസ്റ്റാണ്. ഇവിടെ നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, സംവിധാനങ്ങൾ നല്ലതാണ്. പക്ഷേ വൈറസുകൾ, ഇതുപോലുള്ള വൈറസുകളുണ്ട്. അതുപോലുള്ള വൈറസുകൾ അത് ഈ സമീപകാലത്ത് നമ്മൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു. കാലങ്ങളായിട്ട് അങ്ങക്ക് ഈ 11 വർഷം ഒരു മനുഷ്യായുസിൽ 11 വർഷം ഇതുപോലെ ഒരു സങ്കടാവസ്ഥയിൽ പോവുക എന്ന് പറഞ്ഞാൽ അതിന് ആരാണ് അല്ലേ മറുപടി? ഈ സിസ്റ്റമാണ് അതിന് അങ്ങയുടെ സത്യത്തിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറുപടി നൽകേണ്ടത്. അങ്ങേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചവർക്കെതിരായ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് വേണ്ടത്. അതെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു നീതിയുടെ ഭാഗമായി അതും വേണ്ടതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒപ്പം ഇനിയെങ്കിലും അല്ലേ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിയാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി കൈപ്പേറിയ അനുഭവങ്ങളെ ഞങ്ങളുടെ മുന്നിൽ പങ്കുവച്ചതിന് വളരെ നന്ദി ശ്രീ ആനന്ദ്.